അതിൻ്റെ CEO ആയിട്ടിരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. 2016 സർക്കാർ കിഫ്ബിയെ ഉടച്ച് വാർത്ത് പുതിയ ദിശയിലേക്ക് പോകാൻ പര്യാപ്തമാക്കിയപ്പോഴും എനിക്കതിൻ്റെ CEO ആയിട്ടിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് 25 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ CEO ആയിട്ട് തുടരുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സെക്രട്ടേറിയറ്റിലെ എൻ്റെ കൊച്ചു ഓഫീസ് മുറിയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി കിഫ്ബിയുടെ നിയമം എഴുതി ഉണ്ടാക്കിയപ്പോൾ ഇത്ര വലിയൊരു ദൗത്യം അതിനെ കാത്തു നിൽക്കുന്നു എന്ന് ഞങ്ങൾ ലെവലേശം കരുതിയിരുന്നില്ല. 99 ചെറിയൊരു ധനകാര്യ ആശയമായിട്ട് രൂപം കൊണ്ട കിഫ്ബി ഇന്ന് കേരളത്തിൻ്റെ പ്രധാന മൂലധന നിക്ഷേപ ഏജൻസിയായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 25 വർഷങ്ങളെ നമ്മൾ നോക്കുമ്പോൾ 3 ഘട്ടങ്ങളായി തിരിക്കാം. 99 മുതൽ 2004 വരെയുള്ള ആദ്യഘട്ടം സംസ്ഥാനത്തിൻ്റെ മൂലധന ബഡ്ജറ്റിന് നിഷ്ക്രിയമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം ചിട്ടപ്പെടുത്തി അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2016 നിരവധി പുതിയ ആശയങ്ങളും സാധ്യതകളും ഉൾപ്പെടുത്തി കിഫ്ബി നിയമം ഭേദഗതി ചെയ്തത്. ഈ കഴിഞ്ഞ 9 വർഷം ചെറുതും വലുതുമായിട്ടുള്ള പല പ്രതിസന്ധികളും തരണം ചെയ്ത് അതൊക്കെ ഇവിടെ വിവരിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി തരണം ചെയ്ത് അതൊക്കെ ഇവിടെ വിവരിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് 2021 കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് കുറയ്ക്കും എന്നറിയിച്ചപ്പോഴാണ്. വലിയ ഞെട്ടലായിരുന്നു അന്ന്. അതായത് സംസ്ഥാന ബഡ്ജറ്റ് അത്ര കണ്ട് വെട്ടിച്ചുരുക്കേണ്ടതായി വരും എന്ന് സാരം. NHAIക്കും മറ്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകുന്ന പരിഗണന കിഫ്ബിക്ക് തന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ദുഃഖിപ്പിച്ചത്. ഇത് സംസ്ഥാനത്തിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് നയിച്ചു. ഒരു പ്രശ്ന പരിഹാരത്തിന് അവിടെ ഇത് ഇപ്പോഴും കാത്തുകിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് കപിൽ സിബലിൻ്റെ ടീമിലെ പ്രഗത്ഭയായ അഡ്വക്കേറ്റ് അനുഷ നാഗരാജൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. Thank you, Anisha, for accepting our invitation and gracing the occasion. അങ്ങനെ 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ കിഫ്ബിയുടെ ലക്ഷ്യങ്ങൾക്കായുള്ള രൂപകൽപ്പന തയ്യാറാക്കി. വികസന ഭൂപടത്തിൽ അദ്ദേഹം കിഫ്ബിയുടെ പ്രവർത്തന മേഖലകളുടെ അതിരുകൾ അടയാളപ്പെടുത്തി. എന്നാൽ ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വികസന ഭൂപടത്തിൽ ഈ പ്രദേശത്തെ സംരക്ഷിക്കേണ്ട ഭാരമേറിയ കഠിനമായ ഉത്തരവാദിത്വം നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാലിൻ്റെ ചുമലിൽ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം. പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കുറച്ച് കിഫ്ബി പദ്ധതികൾ ഘട്ടം ഘട്ടമായി പുനഃക്രമീകരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളത് ബഡ്ജറ്റിലേക്ക് തിരിച്ചയക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സധൈര്യം മുന്നോട്ട് പോകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായ ആഹ്വാനം. ഒരു പുനർചിന്തനവും ഒരു തിരിഞ്ഞുപോക്കും വേണ്ട, മുൻപോട്ട് പോവുക എന്നുള്ള ശക്തമായ ആഹ്വാനം. കിഫ്ബിയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ആ വലിയ ദൗത്യം ധൈര്യത്തോടെ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാലാണ്. മക്കളെ പോറ്റാൻ അരയിൽ അരക്കെട്ട് മുറുക്കി ആഹാരം ത്യജിക്കാം എന്ന് തീരുമാനിക്കുന്ന അമ്മമാരുണ്ട്. അവരെ പോലെ ബഹുമാന്യനായ ശ്രീ ബാലഗോപാൽ കിഫ്ബിക്ക് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല എങ്കിൽ ഇത്ര സന്തോഷത്തോടെ അഭിമാനത്തോടെയും രജത ജൂബിലി ആഘോഷിക്കാൻ നമുക്കിന്ന് കഴിയുമായിരുന്നില്ല എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിനെക്കുറിച്ച് ചില ചിന്തകളാണ് പങ്കുവെക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നവകേരളം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല.
വാസ്തവത്തിൽ അത് ഒരൊറ്റ ആശയവുമല്ല, ആശയങ്ങളുടെ ഒരു കൂമ്പാരമാണ്, ആശയങ്ങളുടെ ഒരു ശേഖരമാണ്. ചിലത് ചെറുത്, ചിലത് വലുത്, ചിലത് വ്യക്തതയുള്ളത്, ചിലത് വ്യക്തതയില്ലാത്തത്. പലപ്പോഴും ഇതൊരു ശരാശരി മലയാളി തൻ്റെ ഉപബോധ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവ്യക്തവും രൂപരഹിതവുമായ ഒരു സ്വപ്നമാണ്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ രൂപരഹിതവും അമൂർത്തവുമായ ഈ ആശയങ്ങളുടെ ശേഖരം കേരളത്തിൻ്റെ പുരോഗമന വികസന ലക്ഷ്യമാക്കാൻ തീരുമാനിച്ചത്. 2016 മുതൽ 2025 വരെയുള്ള സർക്കാരിന് നിരവധി സംഭാവന ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തും, എനിക്ക് സംശയമില്ല. അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്ന ഈ കേരളപ്പിറവി പ്രഖ്യാപനം അതിൽ തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും, മഹത്വമേറിയതായിരിക്കും. എന്നാൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ അതിനോടൊപ്പം തന്നെ അർഹിക്കുന്ന നവകേരളം എന്ന അമൂർത്തമായ ആശയ സമാഹാരത്തിനെ, ആശയ ലോകത്തിനെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പ്രാഥമിക ലക്ഷ്യമാക്കി രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അമൂർത്തമായ മാനത്തെ അമ്പിളിയമ്മാവൻ എന്ന നവകേരള സ്വപ്നങ്ങളെ വെറും സ്വപ്നങ്ങളായി കാണാതെ അത് കൈവരിക്കുവാൻ കഴിയുന്ന വികസന ദൗത്യമായി മാറ്റുക എന്നാണ് ഉണ്ടായത്. To convert an idea that is nebulous and hazy and dreamy, almost poetic, almost a story from a storyboard into a concrete idea of development and growth. അതാണ് ആദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് തന്നത്. 2016 ആരോഗ്യം, ആർദ്ര മിഷൻ, വിദ്യാഭ്യാസം, സമഗ്ര വിദ്യാഭ്യാസ പുനർജീവന പരിപാടി, ഭവന നിർമ്മാണം, ലൈഫ് മിഷൻ, കൃഷിയും പരിസ്ഥിതിയും, ഹരിത കേരളം, അങ്ങനെ തുടങ്ങിയത്, ആ 4 മിഷനിൽ തുടങ്ങിയത് ഇന്ന് അത് ഈ മിഷനുകളുടെ അതിരുവരമ്പുകളെ ഭേദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സമൂഹങ്ങളിലും മേഖലകളിലും ഒരുപോലെ എത്തിച്ചേർന്ന വികസനത്തിന് ഊന്നൽ നൽകി വരികയാണ്. ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുമായി ചില കാര്യങ്ങളിലെങ്കിലും വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ജീവിത നിലവാരത്തേക്ക് കേരളത്തെ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നവകേരളം എന്നത് വെറും വികസന പദ്ധതികളുടെ ഒരു കൂട്ടായ്മയല്ല. അത് സമത്വത്തെയും ഭാവി ദർശനത്തിനെയും ആധാരമാക്കിയ മനുഷ്യ കേന്ദ്രിതവും ദീർഘദർശിയുമായ ഒരു സമൂഹ ദർശനമാണ്. ഈ ദർശനം കിഫ്ബിയുടെ പ്രവർത്തന മേഖലയേക്കാൾ എത്രയോ ഉയർന്നതും ഉദാത്തവുമായ ഒരാശയ ലോകത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കിഫ്ബിയുടെ ദൃഷ്ടികോണിൽ ഞങ്ങൾ നോക്കുമ്പോൾ നവകേരള ദർശനത്തിൻ്റെ പ്രധാന ഘടകങ്ങളായി ഈ മതിലിനപ്പുറേന്ന് കാണുമ്പോൾ 3 ഒന്നാമതായി മാനവ വികസനം, അതിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കായികം, അങ്ങനെയുള്ള മേഖലകളാണ്. രണ്ടാമതായി സാമ്പത്തിക നവീകരണം, വ്യവസായം, വിവരസാങ്കേതികം, വിനോദസഞ്ചാരം, കൃഷിയും അനുബന്ധ മേഖലകളിലും. മൂന്നാമതായി സുസ്ഥിര അടിസ്ഥാന സൗകര്യം, ഗതാഗതം, ജലപാത ഗതാഗതം, കുടിവെള്ള പദ്ധതികൾ, ഊർജം. അങ്ങനെ വികസന സാഹിത്യത്തിൽ, ഇൻ ദ ഡെവലപ്മെൻറ്റ് ലിറ്ററേച്ചർ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ക്രിട്ടിക്കൽ മാസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ആ ഒരു ആശയം യഥാർത്ഥത്തിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളൊരു ആശയമാണ്. ഉദാഹരണത്തിന്, ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കണമെങ്കിൽ 17 സെൻറ്റിമീറ്ററുള്ള ഒരു ഗോളത്തിനകത്ത് ഏതാണ്ട് 52 കിലോഗ്രാം യുറേനിയം ഇട്ടെങ്കിൽ മാത്രമേ ഈ ബോംബ് പൊട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിയത്. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ, എൻ്റെയൊക്കെ വല്യമ്മയൊക്കെ അടുപ്പത്ത് തീ വെച്ച് കഴിഞ്ഞാൽ കുഴലുകൊണ്ട് അത് ഊതി ഊതി ഊതി, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് വല്ലതും പറ്റുമോ എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ഊതി ആ തീ പെട്ടെന്ന് ആളിക്കത്തും. ഇതാണ് ക്രിട്ടിക്കൽ മാസിൻ്റെ കോൺസെപ്റ്റ്. ഈ ക്രിട്ടിക്കൽ മാസ് വികസനത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിന് ഒരു കാലത്തും നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഞാനിത് പറയാൻ കാര്യം, ഒരു 10-20 സ്കൂള് ഒരു സർക്കാർ ഒരു വർഷം ചെയ്താൽ, ഒരു 100 പ്രൈമറി സ്കൂൾ ഭംഗിയാക്കിയാൽ, ഒരു 8-10 കോളേജിൽ
അതിൻ്റെ ലാബോറട്ടറിയും എല്ലാം തന്നെ മെച്ചപ്പെടുത്തിയാൽ നവകേരളത്തിലേക്കുള്ള യാത്ര കുറച്ചുകൂടെ എളുപ്പമാവും. പക്ഷേ കാര്യമായിട്ട് നമ്മളവിടെ എത്തിയില്ല. ഞാൻ ചില കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. നമ്മളുടെ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്കൂൾ എഡ്യൂക്കേഷനിന് 2023-24, അതായത് ഏറ്റവും അവസാനം കണക്ക് ലഭിച്ച വർഷം 426 കോടിയാണ് നിക്ഷേപം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെ ക്യാപെക്സിൽ. എന്നാൽ കിഫ്ബിയുടെ ആ മേഖലയിലുള്ള ഔട്ട്ലേ 3224 കോടിയാണ്. ഇതിൻ്റെ അർത്ഥം സ്കൂൾ മേഖലയിൽ 8 വർഷം കൊണ്ട് ചെലവിടുന്ന അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് നേടുന്ന കാര്യങ്ങളാണ് കിഫ്ബിയുടെ പദ്ധതിയിൽ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 265 കോടിയാണ് ബഡ്ജറ്റിൽ കണക്ക് പ്രകാരം വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ചിലവ് 2488 കോടിയാണ്, 9 ഇരട്ടി. സ്പോർട്സിലാണെങ്കിൽ വളരെ ഒരു സാഹചര്യം 34 കോടിയാണ് സ്പോർട്സിൽ വെച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ കിഫ്ബിയിൽ 921 കോടിയാണ്. അതായത് 27 വർഷം കൊണ്ട് സ്പോർട്സ് മേഖലയിൽ ഉണ്ടാക്കാവുന്ന പുരോഗതിയാണ് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി സർക്കാർ ചെയ്തു തീർക്കാൻ ആ മേഖലയിൽ ശ്രമിക്കുന്നത്. ഹെൽത്തിലാണെങ്കിൽ 322 കോടി വെച്ചിരിക്കുന്ന ഔട്ട്ലേ 6528 കോടി. അതായത് 20 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കിഫ്ബി വഴി ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ പബ്ലിക് വർക്ക് 24 വർഷം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇൻഡസ്ട്രീസ് 31 വർഷം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രിട്ടിക്കൽ മാസ് എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ, ഒരു കോൺസെപ്റ്റിൻ്റെ പ്രധാന അടിസ്ഥാനം. ഞാൻ കിഫ്ബി നവകേരളത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ 3ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, കായിക രംഗം. ഇവിടെ ധാരാളം പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും ഞാൻ വിവരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചൊക്കെ നമുക്ക് ഈ സ്ലൈഡിൽ നിങ്ങളുടെ മുമ്പിൽ കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂള് വിദ്യാഭ്യാസത്തിലുള്ള 44,500 സ്കൂളും 11,257 ലാബിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. മാനവ വികസനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തരുന്നത് കിഫ്ബിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുടക്കുന്നത് 2227 കോടി. അറിവിനെ ആധാരമാക്കിയ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യ സൃഷ്ടി എല്ലാം സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും സ്കിൽ ലാബുകൾ. ഇതൊന്നും ചെറിയ കാര്യമല്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഏതാണ്ട് 1 വർഷം പ്രവർത്തിച്ചു. എല്ലാ യൂണിവേഴ്സിറ്റിയിലും കുറഞ്ഞത് 3-4 മാസമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഹോസ്റ്റലുകളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും, പ്രത്യേകിച്ച് ലേഡീസ് ഹോസ്റ്റൽസിൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും കണ്ട് മനസ്സിലാക്കി കംപ്ലയിൻറ്റ്സ് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. ഹോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിൽ കിഫ്ബി വഴി നടക്കാൻ പോകുന്നത് 4000-ലധികം ബെഡ്സാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും കേരള സർവകലാശാല, ക്യുസാറ്റ്, വെറ്റിനറി യൂണിവേഴ്സിറ്റി, സംസ്കൃത സർവകലാശാല, അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലാം തന്നെ വൻ നിക്ഷേപങ്ങളാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഒരു വലിയൊരു കുറവ് പറഞ്ഞിരുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകളില്ല. എന്താണ് ഈ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്റർ? കുട്ടി ചെയ്യുന്ന റിസർച്ച്, കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് പരിവർത്തനപ്പെടുത്തി അത് സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളായിട്ട് മാറ്റുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ ഏറ്റവും വലിയൊരു കുറവ്. അത് ഈ ഹയർ എഡ്യൂക്കേഷൻ, സർക്കാർ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ വഴി ചെയ്യുന്നത് വഴി അതിനൊരു വലിയ ഒരു പരിഹാരം ഉണ്ടാകും. അതുപോലെ സെൻറ്റർ ഫോർ എക്സലൻസ് അടുത്ത തലമുറയ്ക്ക് വേണ്ടുന്ന പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്.
അത് നാനോ ടെക്നോളജി, ആസ്ട്രോഫിസിക്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, മൈക്രോബയോം, ന്യൂറോ ഡീജനറേഷൻ, അങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് നിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ, ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദ ഫ്യൂച്ചർ, ഇതാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കായികവും യുവജന കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ വലിയ സ്റ്റേഡിയംസ്, 25-ലധികം പുതിയ സ്റ്റേഡിയംസ് വരികയാണ്. ഞങ്ങളുടെയൊക്കെ കോളേജ് ദിനങ്ങളിൽ ആകെക്കൂടെ ഒരു ആസ്ട്രോ ടർഫിൽ വന്ന് ഓടണമെങ്കിൽ അത് യൂണിവേഴ്സിറ്റി കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ പിൽക്കാലത്ത് പോലീസ് സ്റ്റേഡിയത്തിലോ വന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും കുറഞ്ഞത് 2-3 സ്റ്റേഡിയംസ് ടർഫിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി റെഡിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റു പ്രതീക്ഷ തരുന്ന ഒരു വലിയ മേഖലയാണ് ആരോഗ്യ സംരക്ഷണം. ഈ ആരോഗ്യ സംരക്ഷണത്തിൽ എല്ലാ മെഡിക്കൽ കോളേജിലും വൻ നിക്ഷേപങ്ങളാണ് നടക്കുന്നത്. വൻ നിക്ഷേപങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും പ്രശ്നം കണ്ടുവരുന്ന ഒരു മേഖല ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ്. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ വയ്യാതെ മരണത്തിലേക്ക്, ചില സന്ദർഭങ്ങളിൽ അത് ആത്മഹത്യയിലേക്ക് വരെ പോകുന്നുണ്ട്. ഈ ക്യാൻസർ കെയറിന് പുതിയൊരു മാനമാണ് ഇനി കേരളത്തിൽ കിട്ടാൻ പോകുന്നത്. RCC 60 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. അതിനെ ഒരു ഓങ്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റപ്പെടുകയാണ്. കൊച്ചി ക്യാൻസർ സെൻറ്റർ. ഈ 3 ക്യാൻസർ സെൻറ്റേഴ്സും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിന് കൃത്യമായിട്ടും ക്യാൻസർ കെയർ ഒരു ഭീഷണിയല്ലാതെ ജനങ്ങൾക്ക് സേവനം നൽകുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ആലപ്പുഴയിൽ കിഫ്ബി ധനസഹായത്തോടു കൂടി ഒരു ഓങ്കോളജി പാർക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ ഓങ്കോളജി പാർക്ക്? വില കുറച്ച് മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് ആ വില അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ക്യാൻസർ കെയറിൻ്റെ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കണ്ണൂരിൽ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നവകേരളത്തിൻ്റെ 2ാമത്തെ തൂണായ സാമ്പത്തിക നവീകരണം. അതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഇൻഡസ്ട്രിയൽ പാർക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡസ്ട്രീസ് വകുപ്പ് 34 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വരുന്ന 2-3 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. 16,527 കോടി സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. അതിൽ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, ഗ്ലോബൽ സിറ്റി വരുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡ് ഭൂമിയിൽ നിന്ന് കിഫ്ബി വഴി അവിടെ വാങ്ങിയ ഭൂമിയിൽ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വളരെ വേഗത്തിൽ നല്ല രീതിയിലേക്ക്, ലാഭകരമായ രീതിയിലേക്ക് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതേ ഭൂമിയിൽ ഇന്നാഗുറേഷനിലേക്ക്, ഉദ്ഘാടനത്തിലേക്ക് കെട്ടിടങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കേരള റബ്ബർ ലിമിറ്റഡും ഉണ്ട്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം. കേരളത്തിൻ്റെ ഗതാഗത ലോജിസ്റ്റിക്സിൽ കിഫ്ബിയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റിൽ 1000 കോടിയാണ് കിഫ്ബി വഴി മാറ്റിവെച്ചിരിക്കുന്നത്. വലിയ വളർച്ചയ്ക്ക് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു കാര്യമാണ്. വിളപ്പിൽ ശാലയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന മനോഹരമായ ഒരു ആശയം, അതിൻ്റെ പിന്നിൽ വളരെ രസകരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. VSSCയും സീഡാക്കും ടൈറ്റാനിയം ലിമിറ്റഡും ട്രസ്റ്റ് പാർക്കും കേഡിസ്കും കിഫ്ബിയും 6 സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ബാറ്ററി വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുമില്ല. പക്ഷേ ഒരു മനോഹരമായ ഒരു കാര്യമാണ് അവിടെ നടന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാറ്ററി നല്ല രീതിയിൽ വികസിപ്പിച്ച് ഇപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ ഒരു 9,000 സ്ക്വയർ ഫീറ്റ് ഭൂമി കെട്ടിടം മാറ്റിവെച്ച് അവിടെ അത് ടെൻഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാഫീൻ പാർക്ക് കേന്ദ്ര സഹായത്തോടെ കുറച്ച് കേന്ദ്ര സഹായ വിഹിതവും കിൻഫ്രയും കൂടെ ചേർന്ന് നടപ്പിലാക്കുന്ന ഗ്രാഫീൻ പാർക്ക്.
വിവരസാങ്കേതിക മേഖല എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇപ്പം സുപരിചിതമായിട്ടുള്ള കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് വലിയൊരു ഒരു 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 പ്രതീക്ഷ നൽകുന്ന പ്രോജക്റ്റാണ്. അതായത് എല്ലാ കുടുംബത്തിനും ഡിജിറ്റൽ ആക്സസ് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. കൂടാതെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അങ്ങനെ പല പരിപാടികളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ മറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം കിഫ്ബി വഴി IT കോറിഡോർ പണിയണം എന്നുള്ളതാണ്. 4 IT കോറിഡോറുകൾ വികസിപ്പിക്കുക. തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം വരെ, ചേർത്തലയിൽ നിന്ന് കളമശ്ശേരി വരെ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ. ഇതിൻ്റെ ഭൂമി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അടുത്ത് വളരെ താമസിക്കാതെ തന്നെ ടെൻഡറിലേക്ക് പോകുന്ന ഒരു IT പാർക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷൻ ഭൂമിയിൽ ഒരു IT പാർക്ക് വരുന്നു. കൊട്ടാരക്കര കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലും ഒരു IT പാർക്ക് വരുന്നു. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സമ്പദ്ഘടനയിൽ, നമ്മുടെ സാമൂഹ്യ വികസനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാരം ഞാൻ കൂടുതലായിട്ട് അതിനെ ദീർഘിപ്പിക്കുന്നില്ല. ആലപ്പുഴ പൈതൃക പദ്ധതിയുടെ നവീകരണം, തലശ്ശേരി പദ്ധതി, മുഴപ്പിലങ്ങാട് 3 സ്റ്റാർ ബീച്ച് റിസോർട്ട്, ആക്കുളം കായൽ നവീകരണം, കോവളം കൺസ്ട്രക്ഷൻ, മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരണം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നവകേരളത്തിൻ്റെ മൂന്നാമത്തെ തൂണായ സുസ്ഥിര പ്രതിരോധ ശേഷിയുള്ള കേരളത്തിൻ്റെ അടിത്തറ, ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. എല്ലാം പറഞ്ഞു പോകാൻ സമയമില്ല. വളരെ മനോഹരമായിട്ടുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ ഹൈവേ, തൊട്ട് പടിഞ്ഞാറുള്ള കോസ്റ്റൽ ഹൈവേ, ശകലം ഇപ്പുറത്തോട്ട് മാറി നമ്മളുടെ നാഷണൽ ഹൈവേ, കിഫ്ബി ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ധാരണയിൽ നമ്മൾ 25% ചിലവ് വഹിച്ചുകൊണ്ടുണ്ടാക്കുന്ന കോസ്റ്റൽ ഹൈവേ, തൊട്ടിപ്പുറത്തോട്ട് മാറി നമുക്ക് ഹിൽ ഹൈവേ വരുന്നു. പടിഞ്ഞാറ് കിഴക്കൻ സൈഡിൽ ഒരു ഹിൽ ഹൈവേ, വെസ്റ്റ് കോസ്റ്റ് കനാല് മധ്യഭാഗത്തൂടെ വരുന്നു. അപ്പം ഇതൊക്കെ കേരളത്തിൻ്റെ അടുത്ത ഒരു 100 വർഷത്തേക്ക് നമ്മളെ സജ്ജമാക്കുന്ന പദ്ധതികളാണ്. ഔട്ടർ റിംഗ് റോഡ്, ആ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് വളരെ അധികം ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് അത് പണം കൊടുക്കാനായിട്ട് ഉള്ള സ്റ്റേജ് വരെയായി. വലിയൊരു മാറ്റമാണ് ഔട്ടർ റിംഗ് റോഡ് കേരളത്തിന് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് കൂടാതെ ബഡ്ജറ്റിൽ നമ്മൾ വിഭാവന ചെയ്യുന്ന നമ്മുടെ മെയിൻ സെൻട്രൽ റോഡ്, MC റോഡ്, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന MC റോഡ്, അതിൻ്റെ വികസനം അതിൽ ഉൾപ്പെടുന്നു. കൊല്ലം ചെങ്കോട്ട റോഡ്, അതിൻ്റെ വികസനം ഇങ്ങോട്ട് വെച്ച് വികസനം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയൊരു ഒരു മുന്നേറ്റമാണ് ഈ ഗതാഗത മേഖലയിൽ, ഈ ജലഗതാഗതവും ഗതാഗത മേഖലയിൽ നമുക്ക് സംഭവിക്കാൻ പോണത്. അവസാനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പദ്ധതി ശബരിമല റെയിൽ പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ട് 50% പണം കിഫ്ബി നൽകിയാൽ ആ പദ്ധതി നടക്കും എന്നുള്ള ഒരു ലെവലിലേക്ക്, ഒരു സ്ഥിതിയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിഫ്ബിയുടെ ഈ മേഖലയിലുള്ള അതിൻ്റെ ചുവടുവെപ്പ് നോക്കുമ്പോൾ പടിഞ്ഞാറ് കോസ്റ്റൽ ഹൈവേ, ഏതാണ്ട് അല്പം കിഴക്കോട്ട് നാഷണൽ ഹൈവേ, കിഴക്കൻ കവചമായിട്ട് ഹിൽ ഹൈവേ, വെസ്റ്റ് കോസ്റ്റ് കനാൽ, ഔട്ടർ റിംഗ് റോഡ്, നമ്മുടെ MC റോഡ്, കൊല്ലം ചെങ്കോട്ട റോഡ്, ശബരി റെയിൽ. നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഇത്രയധികം കാര്യങ്ങൾ കേരളത്തിൽ 5-6 കൊല്ലത്തിനകത്ത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കേരളം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100 കൊല്ലത്തേക്ക് ഉള്ള പുരോഗതിക്ക് സജ്ജമായിട്ടിരിക്കും. അതിന് കാരണമായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെ ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ 2016 മുതൽ 2021 വരെയുള്ള സർക്കാരാണ്. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും, കിഫ്ബിയുടെ കടം നിലനിൽക്കുന്നതാണോ, നിലനിൽപ്പുള്ളതാണോ?
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം കേൾക്കേണ്ടത് വന്നിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചും 2 വാചകം ഇവിടെ പരാമർശിക്കുന്ന ഉചിതമാകുമെന്ന് കാണുന്നു. ഇത് യുക്തിസഹമായ ഒരു ചോദ്യമാണ്. കടമെടുക്കുന്നത് യാദർശികമല്ല, ഉറപ്പുള്ള ഒരു വരുമാന സ്രോതസ്സിൻ്റെ പുറത്താണ് കടമെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സ്ലൈഡിൽ വരുന്നത് കിഫ്ബി ഉപയോഗിക്കുന്ന അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കോൺസെപ്ച്വലായിട്ടുള്ള ഒരു അവതരണമാണ് നിങ്ങളിപ്പം നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണുന്നത്. അതിന് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മോഡൽ എന്ന് പറയും. അത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതിൽ നമ്മൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എടുത്ത് ബാലൻസ് ചെയ്ത് അത് 3 കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തും. അതായത് ദ്രവ്യത, കടസേവനം, അതായത് ഡെറ്റ് റീപേയ്മെൻറ്റ് എബിലിറ്റി, ഫണ്ട് വിനിയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഒരു യൂണിഫൈഡ് വ്യൂ, എപ്പോഴെങ്കിലും കടമെടുക്കുക, തോന്നുമ്പം കൊടുക്കുക എന്നുള്ളതല്ല, ഒരു യൂണിഫൈഡ് വ്യൂ എടുത്ത് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കിഫ്ബിക്ക് ഉള്ളത്. ഇപ്പം 3 ഘടകങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ സംയോജിത സാമ്പത്തിക ഒരു ഡേറ്റ സിസ്റ്റമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ചുള്ള പ്രവചന മാതൃകയുണ്ട് കിഫ്ബിക്ക്. അതുപോലെ തന്നെ നിയമാധിഷ്ഠിത അസറ്റ് ലയബിലിറ്റി സിമുലേഷൻ, അതായത് നമുക്കിപ്പം അല്പം പണം വരാൻ കുറവ് വന്നാൽ നാളെ എന്ത് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്ന ഒരു വാട്ട് ഇഫ്, അതിന് എഞ്ചിനീയറിംഗിൽ സിമുലേഷൻ മോഡൽ എന്ന് പറയും. അതും നമ്മുടെ പക്കം ഉണ്ട്. കിഫ്ബി ഇതിൻ്റെ എല്ലാം ഫലമായിട്ട്, ഗവൺമെൻറ് തരുന്ന പരിപൂർണ പിന്തുണയുടെ ഫലമായിട്ട് ഇന്ന് കിഫ്ബിയുടെ നാഷണൽ റേറ്റിംഗ് AACE എന്ന് പറയും. AA ക്രെഡിറ്റ് എൻഹാൻസ്മെൻ്റ് എന്നാണ് CE എന്നുള്ള വാക്കിന്. അപ്പോൾ നമ്മൾ AA ബോണ്ട് റേറ്റിംഗ് ലഭിച്ച ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ടേം ലോൺസ് എടുക്കണമെങ്കിൽ നമുക്ക് A+ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് CE റേറ്റിംഗ് കിട്ടിയതെന്ന്. ഓൾമോസ്റ്റ് AAA തൊട്ട് താഴെയുള്ള ഒരു നിലവാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത 25 വർഷങ്ങൾ എങ്ങനെയാകും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കിഫ്ബിക്ക് തുടർന്നും നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷേ ഇത്തവണ അതിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി 2 കരുത്തുറ്റ കിഫ്ബി സഹോദര സ്ഥാപനങ്ങളും കൂടി ഉണ്ടാകുമെന്നാണ് തീർച്ച. ഒന്ന് കിഫ്കോൺ, കേരള ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് വളരെയധികം പ്രോജക്ട്സ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് ആ പട്ടണത്തിൻ്റെ ആ കോർപ്പറേഷൻ്റെ അഭിനന്ദനവും മെറിറ്റ് സർട്ടിഫിക്കറ്റും സമ്മാനവും ഒക്കെ ലഭിച്ച കിഫ്കോണിന് ലഭിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റ്, അതും നമുക്ക് തീർക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള മറ്റ് പ്രോജക്റ്റുകൾ വെല്ലൂരിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കേരള റബ്ബർ ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂരത്തെ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ്, പോത്തുണ്ടിയിലെ പംപ്ഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ, വെല്ലൂരിലെ കേരള പേപ്പർ പ്രോഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ്റെ അഡ്വൈസറി സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരളത്തിന് പുറത്ത് തുംകൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിസൈനും ഈ കിഫ്കോണിനാണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. രണ്ടാമത്തെ സ്ഥാപനം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെൻറ്റ് ലിമിറ്റഡ്, KIFML. അത് പിച്ച വെച്ച് നടന്ന് പ്രവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. KIFML ആയിരിക്കും എൻ്റെ കണക്കുകൂട്ടലിൽ അടുത്ത 10 കൊല്ലത്തെ ഇവിടുത്തെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നിക്ഷേപങ്ങളുടെ ഒരു വലിയ സ്രോതസ്സാകാൻ പോകണമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് സമയം നിങ്ങളുടെ ഇനിയെടുക്കുന്നില്ല. ആരാധ്യനായ മുഖ്യമന്ത്രി നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നവകേരള പ്രാപ്തിക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കിഫ്ബിക്ക് ഒരു എളിയ പങ്ക് വഹിക്കാൻ ജഗദീശ്വരൻ അതിന് വേണ്ടുന്ന ശക്തിയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.